നമസ്കാരം. ഭൂമിയിലെ വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ശ്രീരംഗനാഥസ്വാമി ക്ഷേത്രത്തിലേക്ക് ഒരു ട്രെയിൻ യാത്ര പോയി വന്നാലോ? ഈ യാത്ര എങ്ങനെ പ്ലാൻ ചെയ്യണം, എവിടെ താമസിക്കണം, ദർശന സമയങ്ങളൊക്കെ എങ്ങനെയാണ്, എല്ലാം ഈ വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട്. 156 ഏക്കറിൽ പരന്നുകിടക്കുന്ന 21 ഗോപുരങ്ങളുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രവർത്തനക്ഷമമായ ഈ ലോകവിസ്മയത്തിലേക്കുള്ള നമ്മുടെ യാത്ര തുടങ്ങുന്നത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നുമാണ്. എല്ലാ ദിവസവും വൈകുന്നേരം 4 മണിക്ക് കൊല്ലത്ത് നിന്നും പുറപ്പെടുന്ന ട്രെയിൻ നമ്പർ 16102 ചെന്നൈ ഇഗ്മോർ എക്സ്പ്രസ്സിൽ തിരുച്ചിറപ്പള്ളിയിലേക്കാണ് നമ്മൾ യാത്ര പോകുന്നത്. സ്ലീപ്പറാണ് യാത്ര. ഒരാൾക്ക് 275 രൂപയാണ് ടിക്കറ്റ് ചാർജ് കൊല്ലത്തു നിന്നും തിരുച്ചിറപ്പള്ളി വരെ. നമ്മുടെ കേരളത്തിൽ നിന്നും വടക്കൻ ജില്ലകളിൽ നിന്നും ആയിക്കോട്ടെ, തെക്കൻ ജില്ലകളിൽ നിന്നും ആയിക്കോട്ടെ, ഡയറക്റ്റ് തിരുച്ചിറപ്പള്ളിയിലേക്ക് പോകാൻ ധാരാളം ട്രെയിനുകളുണ്ട്. അതുകൊണ്ട് ട്രെയിൻ കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. തിരുച്ചിറപ്പള്ളിയിലേക്ക് നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുന്ന ഈ ട്രെയിന് കേരളത്തിൽ സ്റ്റോപ്പുകളുള്ളത് കുണ്ടറ, കൊട്ടാരക്കര, ആവണീശ്വരം, പുനലൂർ, തെന്മലൈ, ആര്യങ്കാവാണ്. നമ്മൾ യാത്ര ചെയ്യുന്ന ട്രെയിൻ വളരെ മനോഹരമായ ഒരു റൂട്ടിൽ കൂടെയാണ് യാത്ര ചെയ്യുന്നത്. നമ്മുടെ സെങ്കോട്ട വഴിയൊക്കെ പോകുന്ന ഒരു ട്രെയിനാണിത് കേട്ടോ. ഇത് കൊല്ലത്ത് നിന്നും ആരംഭിച്ച് അങ്ങനെ നമ്മൾ അർദ്ധരാത്രി 1 മണിയോടെ ട്രെയിൻ തിരുച്ചിറപ്പള്ളിയിലെത്തി. സ്റ്റേഷനിൽ നിന്നും വെറും 50 മീറ്റർ മാറിയുള്ള ബസ് സ്റ്റോപ്പിൽ നിന്നും ശ്രീരംഗത്തേക്ക് നമുക്ക് എപ്പോഴും ബസ് ലഭിക്കുന്നതാണ്. 9 കിലോമീറ്റർ ദൂരമാണ് ഇവിടുന്ന് ശ്രീരംഗം വരെ പോകാനായിട്ടുള്ള ദൂരം വരുന്നത്. നൈറ്റ് സർവീസ് ആയതുകൊണ്ട് 24 രൂപയാണ് ഒരാൾക്ക് ബസ് ടിക്കറ്റ് ചാർജ്. അല്ലാത്ത സമയങ്ങളിൽ 12 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഏകദേശം അർദ്ധരാത്രി 1:45 നമ്മളിതേ ക്ഷേത്രത്തിന് മുന്നിലെത്തി. ഇതാണ് രാജഗോപുരം. ഏകദേശം 239 അടിയോളം ഉയരമുള്ള രാജഗോപുരമാണ് കേട്ടോ. ഇത് ബ്രഹ്മാണ്ഡ കാഴ്ചയാണിത്. ഇനി ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മളൊരു റൂം ബുക്ക് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. ഓൺലൈൻ ബുക്കിംഗ് ഒന്നും അല്ലാതെ ക്ഷേത്രത്തിന് തൊട്ടടുത്ത് ഒരാൾക്ക് 400 രൂപ നിരക്കിൽ അത്യാവശ്യം സൗകര്യമുള്ളൊരു റൂം കിട്ടി. നോൺ എ സി ആണ്. 24 മണിക്കൂർ കഴിഞ്ഞാണ് ചെക്കൗട്ട്. അതായത് നമ്മളിപ്പോൾ ഇവിടെ 1:45 അർദ്ധരാത്രി കയറിയ അടുത്ത ദിവസം 1:45 ഇറങ്ങിയാൽ മതി. മനസ്സിലായില്ലേ? 2 പേർക്കാണെങ്കിൽ ഈ ഒരു റൂമിന് 800 രൂപയാണ് കേട്ടോ. ഈ ഒരു നോൺ എ സിക്ക് 2 പേർക്കാണെങ്കിൽ 800 രൂപയാണ്. ഓൺലൈൻ ബുക്ക് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് നിങ്ങൾ ഇവിടെ വന്ന് റൂം കണ്ട് ഇഷ്ടപ്പെട്ട് എടുക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ ഈ എടുത്ത റൂം ക്ഷേത്രത്തിന് വളരെ അടുത്തായിട്ടുള്ളതാണ്. ധാരാളം ലോഡ്ജുകൾ ഇവിടെ ചുറ്റുപാടും ഉണ്ട്. നല്ല രീതിയിൽ വിലയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, വരുന്നിടത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കയറി റൂം കണ്ടതിന് ശേഷം വേണ്ടി മാത്രം റൂം ഒന്ന് ബുക്ക് ചെയ്യാനായി ശ്രമിക്കുക. റൂമിൽ വന്ന് ഒന്ന് റെസ്റ്റ് എടുത്ത് സെറ്റായതിനു ശേഷം ഫ്രഷായി നേരെ ക്ഷേത്രത്തിലേക്ക്. പുലർച്ചെ 6 മണിക്കുള്ള പ്രശസ്തമായ വിശ്വരൂപ ദർശനത്തിനായി നമ്മൾ വെളുപ്പിനെ 4:30 തന്നെ വന്ന് ക്യൂവിൽ നിന്ന് കേട്ടോ. അടിപൊളിയാണ് ഇവിടുത്തെ വിശ്വരൂപ ദർശനം. അതായത് ആ സമയത്ത് നമ്മൾ ദർശനം നടത്തിക്കഴിഞ്ഞാൽ ആനേനെയും കുതിരേനെയും പശുവിനെയൊക്കെ കാണാനായി സാധിക്കും. ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഈ ഒരു വിശ്വരൂപ ദർശനത്തിനായിട്ട് ശ്രമിക്കണം കേട്ടോ. അതുകൊണ്ട് വെളുപ്പിനെ ഒരു 4-4:30 ആകുമ്പോഴേ വന്ന് ക്യൂ നിൽക്കുക. ക്യൂ നിന്ന് അകത്തോട്ട് കയറുമ്പോൾ ഫ്രീ ക്യൂ ഉണ്ട്, പെയ്ഡ് ക്യൂ ഉണ്ട്. ഫ്രീ ക്യൂ ആണെങ്കിൽ നമ്മൾ ഒരുപാട് താമസിക്കും ക്ഷേത്രത്തിൻ്റെ ആ ഒരു സന്നിധിയിലേക്ക് എത്താൻ. ഒരു 100 രൂപയുടെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ, ഞാൻ 100 രൂപയുടെ ദർശനമായിരുന്നു കേട്ടോ, പെട്ടെന്ന് തന്നെ വിശ്വരൂപ ദർശനം നടത്താനായിട്ടുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായി കേട്ടോ. ഈ ഒരു ക്ഷേത്രത്തെ പറ്റി പറയാനും അല്ലെങ്കിൽ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാനൊന്നും ഒരു വീഡിയോ പോരാ. ലോകാത്ഭുതങ്ങളിൽ, ഞാൻ പറയുകയാണ്, ലോകാത്ഭുതങ്ങളിലുള്ള ഏറ്റവും വലിയൊരു അത്ഭുതമാണ് ഈ ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രം എന്ന് പറയാം. ചുറ്റും ഉയർന്നു നിൽക്കുന്ന 21 ഗോപുരങ്ങൾ, ഓരോ കല്ലിലും പതിയുന്ന 1000 വർഷത്തെ ചരിത്രം. കാവേരിയുടെ കുളിർമയുള്ള കാറ്റ് വന്ന് തൊടുമ്പോൾ മനസ്സിൽ നിറയുന്നത് ആ രംഗനാഥൻ്റെ ശാന്തമായ മുഖമാണ്. ഇത് വെറുമൊരു യാത്രയല്ല, നൂറ്റാണ്ടുകളിലൂടെയുള്ള ഒരു തിരിച്ചുപോക്കാണ്. തമിഴ് മണ്ണിലെ ഈ അത്ഭുതം കണ്ടു തീർക്കാൻ ഒരു ആയുസ് മതിയോ എന്ന് തന്നെ ഞാൻ സ്വയം സംശയിച്ചു പോവുകയാണ് കേട്ടോ. രാജഗോപുരം, 1000 കാൽ മണ്ഡപം, വെള്ളായി ഗോപുരം, അങ്ങനെ ഏറെയുണ്ട് നമ്മളെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ ശ്രീരംഗനാഥൻ്റെ ഈ പുണ്യഭൂമിയിൽ. ഇവിടുത്തെ 21 ഗോപുരങ്ങളെ പറ്റിയിട്ട് ഞാൻ വീഡിയോയിലൊന്ന് പറഞ്ഞിരുന്നു. ഇതിൽ ഏറ്റവും വലുത് 239 അടി ഉയരമുള്ള രാജഗോപുരമാണ്. ഈ ക്ഷേത്രത്തിനുള്ളിൽ 1000 വർഷം പഴക്കമുള്ള രാമാനുജാര്യരുടെ ഭൗതിക ശരീരം ഇന്നും കേടുപാടുകൾ കൂടാതെ സൂക്ഷിച്ചിട്ടുള്ളത് എന്നൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ. അതുപോലെ ഇവിടുത്തെ വിഗ്രഹം സാധാരണ കല്ലുകൊണ്ടല്ല, പകരം മണ്ണും ഔഷധങ്ങളും ചേർത്ത സുധ എന്ന മിശ്രിതം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതേപോലെ നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും, തീർച്ചയായും കാണേണ്ട മറ്റൊന്നാണ് 1000 കാൽ മണ്ഡപം കേട്ടോ. 953 തൂണുകളിൽ വിരിഞ്ഞ ശില്പകല. അതൊരു എന്താ പറയുന്നത്, അതൊരു
വിസ്മയം തന്നെയാണ്. അതുപോലെ 50 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഗോപുരങ്ങൾക്ക് മുകളിൽ കയറി 21 ഗോപുരങ്ങളുടെയും സ്വർണ്ണ വിമാനത്തിൻ്റെയും മാസ്മരിക കാഴ്ച കാണാം കേട്ടോ. അത് നമ്മൾ കാണുന്നുണ്ട്, ഇപ്പോഴല്ല, വൈകുന്നേരം. എന്നാലേ ആ ഒരു വ്യൂ അടിപൊളിയായിട്ട് നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റത്തുള്ളൂ. രാവിലെ അത്യാവശ്യം വെയിലും പിന്നെ നമുക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു ഫീല് രാവിലെ കിട്ടത്തില്ല, അല്ലെ പിന്നെ അതിരാവിലെ കയറണമായിരുന്നു. നമ്മളിപ്പോൾ എന്തായാലും ദർശനം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി ക്ഷേത്രത്തിൽ അന്നദാനമുണ്ട്, അത് കഴിക്കാനായിട്ട് പോകണം. അത് കഴിഞ്ഞും വേറൊരു പരിപാടിയുണ്ട്, പറയാം. നമ്മുടെ ഈ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും രാവിലെ 8 മണി മുതൽ രാത്രി 10 മണി വരെ ഭക്തർക്കായി അന്നദാനമുണ്ട്. നമ്മൾ രാവിലത്തെ ദർശനം കഴിഞ്ഞിട്ട് അന്നദാനവും കഴിച്ച് ക്ഷേത്രത്തിൽ നിന്നും പുറത്തിറങ്ങി ഒരു 7 രൂപ ബസ്സിന് കൊടുത്ത് തൊട്ടടുത്തുള്ള ജംബുകേശ്വര ക്ഷേത്രത്തിലേക്ക് പോകാനായി പോവുകയാണ്. പഞ്ചഭൂത ക്ഷേത്രങ്ങളിൽ ഒന്നായി ഈ ബ്രഹ്മാണ്ഡ ക്ഷേത്രം ആരും മിസ് ചെയ്യരുത് കേട്ടോ. ഈ ഒരു ശ്രീരംഗനാഥ ക്ഷേത്ര ദർശനത്തിന് നിങ്ങൾ വരുമ്പോൾ തീർച്ചയായും ദർശനം നടത്തേണ്ട ഒരു ബ്രഹ്മാണ്ഡ ക്ഷേത്രമാണ് ജംബുകേശ്വര ക്ഷേത്രം. പഞ്ചഭൂത സ്ഥലങ്ങളിൽ ഒന്നായിട്ടുള്ള ഒരു സന്നിധിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പ്രപഞ്ചത്തിലെ 5 മൂലകങ്ങളിൽ ജലത്തെ പ്രതിനിധീകരിക്കുന്ന ക്ഷേത്രമാണ് കേട്ടോ ഇത്. ഭൂമി, ആകാശം, വായു, തീ, വെള്ളം, ഇതൊക്കെയാണ് പഞ്ചഭൂത സ്ഥലങ്ങൾ. ഇവിടുത്തെ ശ്രീകോവിലിനുള്ളിൽ ലിംഗത്തിനടിയിൽ നിന്ന് എപ്പോഴും വെള്ളം ഉറവയെടുത്തുകൊണ്ടിരിക്കും. ശ്രീരംഗം പോലെ തന്നെ വലിയ ഗോപുരങ്ങളും കല്ലിൽ കൊത്തിയെടുത്ത മനോഹരമായ തൂണുകളും ഇവിടെയുണ്ട്. ഇവിടുത്തെയും കാഴ്ചകളൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് വിസ്മയിപ്പിക്കുന്ന, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോകാത്ഭുതങ്ങളിൽ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങളുള്ള രാജ്യം ഇന്ത്യ എന്ന് പറയുന്നതിൽ ഒരു സംശയമില്ല കേട്ടോ. അത്രയ്ക്കുമുണ്ട്. അത്തരത്തിലുള്ള അത്ഭുതങ്ങളിൽ, ലോകാത്ഭുതങ്ങളിൽ ഒന്ന് തന്നെയാണ് നമ്മുടെ ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രവും നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ശിവഭഗവാന്റെ സന്നിധിയും. വാക്കുകൾക്കും അപ്പുറമാണ് ഇവിടെ നേരിട്ട് വന്ന് കാണുന്ന കാഴ്ചകൾ. തീർച്ചയായും നിങ്ങൾക്ക് ഇവിടെയൊക്കെ എത്താനായി സാധിക്കട്ടെ. നമ്മളങ്ങനെ രാവിലെ തന്നെ 2 ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്ന് നല്ലതുപോലെ റെസ്റ്റ് എടുത്തായിരുന്നു കേട്ടോ. നമ്മുടെ ഈ ചുറ്റുപാടും, അതായത് ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് തന്നെ ധാരാളം നല്ല ഹോട്ടലുകളുണ്ട്. വലിയ പൈസയൊന്നും ആണെന്നും പറയാൻ പറ്റത്തില്ല, തീരെ കുറവാണെന്നും പറയാൻ പറ്റത്തില്ല. നല്ല ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ആഹാരമൊക്കെ കഴിച്ച് ഉച്ചയ്ക്കുള്ള ലഘുഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മളെന്താ പറയുന്നത്, വൈകുന്നേരം ചായ കുടിയും ഒക്കെ ആ ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അടുത്തുനിന്ന് തന്നെ ആയിരുന്നു കേട്ടോ. അതെല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ നടന്ന് റൂമിലൊക്കെ കിടന്ന് നല്ലതുപോലെ ഒന്ന് ഉറങ്ങി വൈകുന്നേരം ഇനി നമ്മൾ വീണ്ടും ദർശനം നടത്താനായി ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രത്തിലേക്ക് പോകും കേട്ടോ. അത് വേറൊന്നിനുമല്ല, നമുക്ക് ആ ഒരു 21 ഗോപുരങ്ങളുടെ വ്യൂ കാണണം. 50 രൂപയാണ് ടിക്കറ്റ് ചാർജ് കേട്ടോ. വൈകുന്നേരം കാണാനായിട്ട് നമ്മൾ പോകുമെന്ന് വീഡിയോയുടെ ആദ്യ ഭാഗത്തെ പറഞ്ഞായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ദർശനത്തിന് പറ്റുവാണെങ്കിൽ നമ്മളൊന്ന് ദർശനവും നടത്തും വൈകുന്നേരത്തെ സമയത്ത്. കാരണം ഇവിടുത്തെ തിരക്കുകളും കാര്യങ്ങളും ഒന്നും നമുക്ക് മുൻകൂട്ടി ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത്, ആഹാരത്തിൻ്റെ കാര്യമാണെങ്കിലും താമസ സൗകര്യത്തിൻ്റെ കാര്യമാണെങ്കിലും ഒന്നിനും ഒരു കുറവില്ല. ബസ്സിനാണെങ്കിൽ പോലും ഒന്നിനൊരു കുറവില്ല. ഈ ജംബുകേശ്വര ക്ഷേത്രം നിങ്ങൾ മിസ് ചെയ്യരുത് കേട്ടോ. തീർച്ചയായും ശ്രീരംഗനാഥ ഭഗവാന്റെ സന്നിധി വരുമ്പോൾ ഈ ഒരു ക്ഷേത്രം കൂടി ദർശനം നടത്താനായി നിങ്ങൾ വിട്ടുപോകരുത്. കാരണം ഇവിടുന്ന് അടുത്തായിട്ട് തന്നെ ശ്രീരംഗം ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 50 മീറ്ററേ ഉള്ളൂ ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രം. മനസ്സിലായില്ലേ? അവിടുന്ന് എപ്പോഴും നമുക്ക് 7 രൂപ ബസ്സിന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ജംബുകേശ്വര ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനായി സാധിക്കും. ഇത്രയൊക്കെയുള്ളൊരു വിവരണം. ഇതേ ഞാൻ പറഞ്ഞില്ലേ, 50 രൂപയാണ് വ്യൂ പോയിന്റ് ടിക്കറ്റ്. അതിനകത്ത് വീഡിയോ ക്യാമറ 100 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മൾ പക്ഷേ 50 രൂപ കൊടുത്താണ് മുകളിലോട്ട് കയറാൻ പോയതും വീഡിയോ എടുക്കുന്നതൊക്കെ 50 രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായും ഈ ഒരു വ്യൂ പോയിന്റ് ആസ്വദിക്കാനായിട്ട് വരണം കേട്ടോ. ഈ പ്രഭാതം കഴിഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ ശ്രീരംഗനാഥ ഭഗവാന്റെ സന്നിധിയിൽ വന്നിരിക്കാൻ പറ്റിയാലുണ്ടല്ലോ, അതൊരു വല്ലാത്ത ഒരു സമാധാനപരമായ അന്തരീക്ഷവും മനസ്സിന് ഭയങ്കര കുളിർമ തരുന്നൊരു അന്തരീക്ഷമാണ് കേട്ടോ. അപ്പോൾ ഈ വൈകിട്ട് തന്നെ നിങ്ങൾ മാക്സിമം ഈ 50 രൂപയുടെ ഈ ടിക്കറ്റ് എടുത്തിട്ട് മുകളിലുള്ള ഗോപുരങ്ങളുടെ കാഴ്ചകളൊക്കെ ആസ്വദിക്കാനായി ശ്രമിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് സമാധാനവും, നിങ്ങൾക്ക് എന്താ പറയുന്നത്, കളങ്കമില്ലാത്ത ഭക്തിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് തീർച്ചയായും ഈ ഒരു അനുഭവം ആത്മീയമായിട്ടാണെങ്കിലും മാനസികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും ഒരു വേറെ ലെവലായിരിക്കും. എനിക്കത് നിങ്ങളെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് അറിയത്തില്ല. ഇവിടെ ഇങ്ങനെ വന്നിരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഒരു അനുഭവങ്ങൾ നിങ്ങൾ കമൻറ്റായി ഒന്ന് അറിയിക്കണേ, ഈ ക്ഷേത്ര ദർശനം നടത്തിയിട്ടുള്ളവർ കേട്ടോ. കണ്ണ് തള്ളുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ നേരിട്ട് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരിക്കലും മറക്കാനാവാത്തൊരു യാത്രയായി പോയി കേട്ടോ ഈ ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്ര ദർശനം. ശ്രദ്ധിക്കുക, നമ്മുടെ നാട്ടിലുള്ള അതേ ചൂട് ഇവിടെയും ഉണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കാനായി ശ്രമിക്കുക. കൊടയും തൊപ്പിയൊക്കെ കയ്യിൽ കരുതുക. ഒരു മുൻകരുതലുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം നല്ലതുപോലെ കംഫർട്ടബിളായിട്ട് ഭഗവാന്റെ സന്നിധിയിൽ വന്ന് ദർശനമൊക്കെ കഴിഞ്ഞ് ഈ 2 ക്ഷേത്ര ദർശനവും കഴിഞ്ഞ് റൂം എടുക്കുന്നവർക്ക് അങ്ങനെ എടുക്കാം. റൂം എടുക്കേണ്ടി വരും, അതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. കാരണം ഇവിടുത്തെ സമയങ്ങൾ ദർശനത്തിന് നമുക്ക് എങ്ങനെ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അതുകൊണ്ടൊരു റൂം ജസ്റ്റ് എടുത്തേക്ക്. ഞാൻ പറഞ്ഞില്ലേ, ചിലവ് ചുരുക്കി റൂമൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. ആ നമ്പർ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സ്റ്റേയുടെ ആവശ്യമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിൽ മലയാളി ട്രെയിൻ ബ്ലോഗർ എന്ന് തന്നെയാണ് പേര്, ഫേസ്ബുക്കിലും മലയാളി ട്രെയിൻ ബ്ലോഗർ എന്ന് തന്നെയാണ് പേര് കേട്ടോ.
അങ്ങനെ 2 ക്ഷേത്രങ്ങളും ദർശനം നല്ലതുപോലെ കഴിഞ്ഞ് റൂമിൽ വന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് കുളിച്ച് കേട്ടോ. വൈകുന്നേരം ആയപ്പോൾ ഒന്ന് മുഷിഞ്ഞായിരുന്നു. അങ്ങനെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് കുളിച്ച് തിരിച്ച് ശ്രീരംഗം ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ ഡയറക്റ്റ് തിരുച്ചിറപ്പള്ളി സ്റ്റേഷനിലേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞായിരുന്നല്ലോ നിങ്ങളടുത്ത്, അർദ്ധരാത്രി ആയതുകൊണ്ടാണ് 24 രൂപ ആയത് ഒരാൾക്ക്. അല്ലെങ്കിൽ ഒരാൾക്ക് വെറും 12 രൂപ മാത്രമേ ടിക്കറ്റ് ചാർജ് ഉള്ളൂ കേട്ടോ. ശ്രീരംഗത്ത് നിന്ന് തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ വരെ, അതായത് ക്ഷേത്രത്തിൻ്റെ മുൻപിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ വരെ ഒരാൾക്ക് 12 രൂപ മാത്രമേ ഉള്ളൂ ബസ് ചാർജ് വരുന്നത്. അപ്പം നമ്മൾ രാത്രി ഒരു 8:50 ആകുമ്പോഴത്തേക്കും തിരുച്ചിറപ്പള്ളി റെയിൽവേ സ്റ്റേഷനിൽ എത്തും. ആ ഒരു വീഡിയോയും കാഴ്ചയും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഇങ്ങോട്ട് വന്ന അതേ ട്രെയിനിൽ തന്നെയാണ് തിരിച്ചും യാത്ര. ആ ട്രെയിൻ തിരിച്ച് സർവീസ് നടത്തുമ്പോൾ രാത്രി 9:30 ആകുമ്പോൾ തിരുച്ചിറപ്പള്ളിയിലേക്ക് എത്തും. ഒരു 9:30, 9:45 ആകുമ്പോൾ തിരുച്ചിറപ്പള്ളിയിലേക്ക് എത്തും റെയിൽവേ സ്റ്റേഷനിൽ. അങ്ങനെ നമ്മളിതേ ശ്രീരംഗം ബസ് സ്റ്റാൻഡിൽ വന്നു. ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഈ ബസ്സിനകത്തോട്ട് കയറി നേരെ തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അതേ കണ്ടില്ലേ, നമ്മൾ തൃച്ചിയിലെത്തി. നമ്മൾ വന്ന ഇതേ ട്രെയിനിൽ തന്നെയാണ് നമ്മൾ തിരിച്ചും യാത്ര. സ്ലീപ്പർ ടിക്കറ്റ് തന്നെയാണ്. ട്രെയിൻ കറക്റ്റ് 9:45 ആയപ്പോൾ തൃച്ചിയിലെത്തി. ഈ ട്രെയിൻ രാവിലെ ഒരു 6:30 നമ്മുടെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലീപ്പർ ടിക്കറ്റ് തന്നെ ബുക്ക് ചെയ്ത് പോകാനായി ശ്രമിക്കുക.